ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കിഴക്കഞ്ചേരിക്കാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ, ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ്. സോ ഇതിൽ ഇപ്പോൾ ഈ സൈഡ് കാണുന്ന 3 വീടും ഇത് പോയതാട്ടോ, 3 വീടും വിറ്റുപോയി. ഇതിലിപ്പോൾ സെൻറ്ററിലുള്ള വീട് ഇപ്പോൾ അവർ വീണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീട് കൊടുക്കാനുണ്ട്. അതിന് 94 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ നോക്കിയാൽ വെച്ചാൽ ഒരു 6 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള റോഡ് കാണാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് കൊടുക്കാൻ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി. 62 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. ഇപ്പോൾ തന്നെ നമ്മൾ പ്രൈസ് ഫസ്റ്റേ പറയാം. 62 ലാക്സ് ആണ്. 5 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. 3 ബെഡ്റൂമുണ്ട്, 3 അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന കോമ്പൗണ്ട് കാണുന്നോ, ചുറ്റും ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഏരിയ ആണ്. ഇതാണ് ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് പറയുമ്പോൾ പടിഞ്ഞാറാണ് ഈ ഒരു മതിലുള്ള ഫേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, പടിഞ്ഞാറെന്നാണ്. അതേപോലെ നമുക്ക് ഡോർ അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം വടക്കുന്നാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറിന്ന് കയറുന്ന പോലെ സ്റ്റെപ്പും ഉണ്ട്, ഇനി വടക്കുന്ന് കയറുന്ന പോലെ തന്നെ അങ്ങനെയും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്ത് ഇവിടെ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു കാർ പോർച്ചിനുള്ള സെറ്റപ്പും കൂടി ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ഫിനിഷിംഗ് സ്റ്റേജിൽ ഇനി കാർ പോർച്ചും കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ടോട്ടലി 5 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റുമാണ്. അപ്പോൾ 2 ഗേറ്റ് നമ്മൾ കണ്ടു. ഒന്നിലൂടെ നമുക്ക് ജസ്റ്റ് ആൾക്കാർക്ക് കയറാനും വേറെ വണ്ടി കയറ്റാനുമായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു സ്പേസ് തന്നെയാണ് ചുറ്റുവട്ടമുള്ളൂ. നോക്കി അറിയാം, ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. UPVCയുടെ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്, കാണില്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലവും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. സെൻറ്റിന് ചോദിക്കുന്ന 4.5 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോർവെൽ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുന്നുണ്ട് ബോർവെല്ലിൻ്റെ സ്പേസ്. ഇവിടെ കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു കറിവേപ്പിലിൻ്റെ മരവും അവർ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഡ്രസ് വർക്ക് ഏരിയ ആണെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കിച്ചണിന് നമുക്ക് വെളിയിലോട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു പോർഷനെ ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, മേലേക്ക് LED ലൈറ്റ്സ് സിറ്റൗട്ടിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗാർഡനിങ് സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വടക്കുന്നാണ് നേരെ കയറാൻ ഡോറിൻ്റെ സ്പേസ് ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റൗട്ട് ഏരിയയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തേക്കിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. എൻട്രി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് കം ഡൈനിങ് കം കിച്ചണായിട്ടാണ് കിട്ടുന്നത്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള ഏരിയ ആണ്. സ്റ്റെയർ കേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇവിടെ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല കിച്ചൺ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് വെളിയിലൂടെ വന്ന സ്പേസ് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് വെളിയിലോട്ടാണ്. ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമിന് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് ഏരിയ ആണല്ലേ. നമുക്കിതൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമിൻ്റെ സ്പേസ് ഒക്കെ നോക്കുമ്പോൾ 12ക്ക് 12ലും കൂടുതലായിട്ടാണ് കേട്ടോ. 13ക്ക് 12 എന്നുള്ള ലെവലിലും ആ ലെവലിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ചേർന്ന് എല്ലാം അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂം ഉണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്. ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നോക്കിയാൽ അറിയാം. പാരിവെയറിൻ്റെ ഐറ്റംസും കംപ്ലീറ്റ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ് യൂസ് ചെയ്തിട്ട് അതും പാരിവെയറിൻ്റെ തന്നെയാണ്. അപ്പം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ പറഞ്ഞ വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതും അതേപോലെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെ കേട്ടോ. 12ക്ക്
13 എന്നുള്ള ലെവലിലേക്കുള്ള ബെഡ്റൂമുകൾ തന്നെയാണുള്ളത്. ഒരു ലോഫ്റ്റ്, 2 ബെഡ്റൂം ഇതുപോലെ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, അതേപോലെ പാരിവെയറിൻ്റെ സാനിറ്ററി വെയർസും കംപ്ലീറ്റ് ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് നേരെ ടോപ്പിലേക്ക് പോകാം. ഓക്കെ, സ്റ്റെയർ റൂം കൊടുത്തിരിക്കുന്ന ക്ലോക്ക് വൈസിലാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന. സ്റ്റെയറിലെല്ലാം വുഡിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ വൈറ്റ് ടൈൽസുമാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പേസും അതിൻ്റെ ഒരു ലുക്കും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം, 3ാമത്തെ ബെഡ്റൂം ഇവിടെ കാണുന്നുണ്ട്. നമുക്കൊരു ബാൽക്കണി ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി, ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭാഗത്തേക്ക് നടക്കാനുള്ള സ്പേസ് വരെ ഉണ്ട് കേട്ടോ. ഇത്രയും ഏരിയ ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണാം. കണ്ടല്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയതെന്ന് വെച്ചാൽ അല്ല, നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. കണ്ടത് നമ്മുടെ കാർ പോർച്ചിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ സെൻറ്ററിലെ വീടും കൂടിയാണ് കേട്ടോ കിട്ടാനുള്ളത്. അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് അവർ 94 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോയിക്കാന്ന് വെച്ചാൽ ഇതും അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെയാണ്. ഇവിടെ ഒരു ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതും അതേ സ്പേസിലുള്ള എല്ലാം നല്ല സ്റ്റീലിൻ്റെയും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാം പാരിവെയറിൻ്റെ ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടി എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ട് ഇവിടെ കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ഓപ്പൺ ടെറസ് എന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കൂടി വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് മേലെയാണ് നമുക്ക് വാട്ടർ ടാങ്ക് കാണുന്നത്. ഇരുമ്പിൻ്റെ സ്റ്റെയർ ഇവിടുന്ന് നമുക്ക് മേലേക്ക് ഉണ്ടാവും കേട്ടോ. സോ ഇത് നമുക്ക് ഫ്രണ്ടിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഗ്ലാസിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ വന്നിട്ട് സൺഷെയ്ഡ് കുറച്ച് മുമ്പിലേക്ക് തള്ളി നല്ല പ്രൊജക്ഷനെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ നിന്ന് കണ്ടില്ല, കംപ്ലീറ്റ് ആ വീടെല്ലാം സോൾഡ് ഔട്ട് ആയ വീടാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് വരുന്ന ബോർവെല്ലാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് KSRTC പാലക്കാട് ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഒലോക്കോട് ജംഗ്ഷനിൽ നിന്ന് 9 കിലോമീറ്റർ. രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ വെറും 3 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. കരുണ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ. വ്യാസവിദ്യയുടെ നോക്കുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ. ലുലു മാൾ നോക്കുകയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ് വീട്, ഹൈവേ എന്ന് വെറും 600 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലേ, ആ കാർ പോർച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ടോട്ടൽ വ്യൂ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.